ആ രീതിയിൽ നിങ്ങൾ റമദാൻ കാലം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, അതേപോലെ തന്നെ തൈറോയിഡ്, PCOD, ഹോർമോണൽ ഇംബാലൻസ് ഇഷ്യൂസ് എല്ലാം തന്നെ ഈ ഒരു മാസം കഴിയുമ്പോഴേക്കും നോർമൽ ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 14 ഡേയ്സ് ചാലഞ്ച് ഫിനിഷ് ചെയ്തു. അതിനിടയിൽ ഒരു 10 ഡേയ്സ് നോ എക്സ്ക്യൂസ് വർക്ക്ഔട്ട് ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ സൗണ്ടിന് ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. കുറച്ച് സ്ട്രെസ് ഉണ്ട് സംസാരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റാതെ പോയത്. ഇപ്പോഴും എൻ്റെ ചാലഞ്ച് വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്താണ് അപ്ഡേറ്റ് എന്നുള്ള കാര്യം താഴെ കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ മാസം പകുതി മുതൽ ഏകദേശം ഈ മാസം ഇപ്പോൾ വരെ നമ്മൾ നമ്മുടെ കമന്റ് സെക്ഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന റിക്വസ്റ്റുകളുടെ ഒരു പരിഹാരമാണ്. എല്ലാവരും ചോദിക്കുകയാണ് റമദാൻ ചാലഞ്ച് ഇല്ലേ, അല്ലെങ്കിൽ റമദാൻ വെയിറ്റ് ലോസ് ടിപ്സ് ഇല്ലേ എന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിക്വസ്റ്റിനുള്ള പരിഹാരമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസം നോമ്പ് നോൽക്കാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു പുണ്യമാസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഭംഗിയായി, സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി നിങ്ങളുടെ ഈ ഒരു നോമ്പ് കാലം ഫിനിഷ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയട്ടെ. നമ്മൾ ബിഫിറ്റ് സ്ക്വാഡിൽ ഒരു റമദാൻ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫാസ്റ്റിംഗ് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം ഡേ ആയിരിക്കും നമ്മൾ ഈ ഒരു ചാലഞ്ചും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 1 മന്ത് കംപ്ലീറ്റ് മോണിറ്ററിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് മീൽ പ്ലാൻ കിട്ടും. അതായത് റമദാനിൽ നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മീൽ പ്ലാൻ. പക്ഷെ എന്ന് വെച്ച് ഫുൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ ആയിരിക്കില്ല. നമുക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു മീൽ പ്ലാൻ തന്നെ ആയിരിക്കും. മാക്സിമം 8 കിലോ വരെ കുറയ്ക്കാൻ പറ്റാവുന്ന ഒരു മീൽ പ്ലാൻ ആയിരിക്കും അത്. നിങ്ങൾക്ക് ഫിറ്റ്നസ് കോച്ചിന്റെ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഒരു റിലാക്സിംഗ് ആയിട്ടുള്ള ലൈവ് വർക്ക്ഔട്ട് സെഷൻസ് ഉണ്ടാവും. ആഴ്ചയിലെ 2 ദിവസം റെക്കോർഡ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡയറ്റ് കോച്ചിന്റെ ത്രൂ ഔട്ട് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. കസ്റ്റമൈസ്ഡ് മീൽ പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു മാസത്തെ കംപ്ലീറ്റ് ഫുൾ ഫ്ലെഡ്ജ് മീൽ പ്ലാനിന് ജസ്റ്റ് 999 റുപ്പീസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ റെഗുലർ പ്രോഗ്രാം, റെഗുലർ ഒരു ഡയറ്റ് പ്ലാന്റെ ഒരു കോസ്റ്റ്, അതായത് 4 വീക്സിലേക്ക് വരുന്ന ഒരു റെഗുലർ ഡയറ്റ് പ്ലാന്റെ കോസ്റ്റ് 2499 റുപ്പീസ് ആണ്. അപ്പൊ ഈ ഒരു 1 മന്ത് പാക്കേജ് എത്രത്തോളം അഫോർഡബിൾ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു 1 മന്തിലേക്ക് വേണ്ടി ഒരു ജസ്റ്റ് ഒരു 1000 റുപ്പീസ് ചെലവാക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ മാക്സിമം 8 കിലോ വരെയാണ് നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ വളരെ അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഫീസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം മാക്സിമം ആളുകൾ നമ്മുടെ ബിഫിറ്റ് സ്ക്വാഡിന്റെ റമദാൻ ചാലഞ്ചിൽ തന്നെ ജോയിൻ ചെയ്യുക. നമ്മളിപ്പം ഇത് 3rd ടൈമാണ് നമ്മൾ ഈ ഒരു റമദാൻ ബാച്ച് ചെയ്യുന്നത്. ലാസ്റ്റ് 2 ഇയേഴ്സിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എക്സലന്റ് റിസൾട്ട്സ് ആണ് കിട്ടാറ്. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവരത് ചെയ്യുന്നത്. എന്തായാലും അവർ നോമ്പെടുക്കും. അപ്പൊ ആ നോമ്പെടുക്കുന്നതിന്റെ മാക്സിമം ബെനിഫിറ്റും കൂടെ നമുക്ക് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഒറ്റ മാസം കൊണ്ട് തന്നെ ഒരുപാട് വെയിറ്റ് ലോസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല നിങ്ങളുടെ തൈറോയ്ഡ് ലെവല്, ഷുഗർ ലെവല്, കൊളസ്ട്രോൾ ലെവല് എല്ലാം നോർമലൈസ് ചെയ്യാനും ഈ ഒരു ഒറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ ആരും മിസ് ഔട്ട് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു. ഫൈനൽ റൗണ്ട് ഓഫ് അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ സ്ക്രീനിലെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ നിങ്ങളെ അഡ്മിഷൻ എടുക്കുക. അപ്പൊ ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാസക്കാലം, അതായത് നമ്മൾ ഈ നോമ്പ് നോക്കുന്ന ആ ഒരു 30 ദിവസ കാലം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളൊക്കെ പ്രാർത്ഥനയോടൊപ്പം തന്നെ അവരുടെ ഹെൽത്തും കൂടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും, കുറച്ച് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തു വരുന്നവരാണെങ്കിൽ ആ വെയിറ്റ് ഒന്നും കൂടെ ഒന്ന് കുറയ്ക്കാനും ഒരു നല്ല ഹെൽത്തി വേയിലൂടെ മുന്നോട്ട് പോകാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു മാസമാണ്. പക്ഷേ ഇതിന് ടോട്ടൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു നോമ്പ് കാലം കഴിഞ്ഞാൽ ഉണ്ടാവാറ്. ചിലരുടെ തൈറോയ്ഡ് ലെവൽ കൂടും, കൊളസ്ട്രോൾ കൂടും, ബെല്ലി ഫാറ്റ് കൂടും, വെയിറ്റ് കൂടും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണാറ്. പക്ഷെ ഇതിന്റെ അർത്ഥം നമ്മൾ നോമ്പ് നോക്കുന്നത് നമ്മുടെ ബോഡിക്ക് ദോഷമാണെന്നാണോ? ഒരിക്കലല്ല. നമ്മൾ നോമ്പ് നോക്കുന്നത് നമ്മുടെ ബോഡിക്ക് വളരെയധികം നല്ലതാണ്. നമ്മുടെ ബോഡി ഇടയ്ക്ക് ഫാസ്റ്റിംഗ് സ്റ്റേറ്റിലോട്ട് നമ്മൾ വിടുന്നത് നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. അങ്ങനെ ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു മന്താണ് ഈ ഒരു റമദാൻ നോമ്പ് കാലം എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ ഈ ഒരു മാസക്കാലം കൊണ്ട് നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് നമ്മുടെ ബോഡിയിലേക്ക് ലോങ് ടേം ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ ഒരു റമദാൻ നോമ്പുകാലം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഫാസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഏകദേശം ഒരു 7 മണിക്കൂറോളം നമ്മൾ ഒരു ദിവസം ഫാസ്റ്റ് ചെയ്യാണ്. രാവിലെ പിന്നെ സുഹൂർ മീല്, വൈകുന്നേരത്തെ ഇഫ്താർ മീല്, അതിനിടയിലുള്ള ആ ഒരു സമയം നമ്മൾ കംപ്ലീറ്റ്ലി ഫാസ്റ്റ് ചെയ്യാണ്, വെള്ളം പോലും കുടിക്കാതെ. അപ്പൊ ഈ ഒരു സമയത്ത് ഒരുപാട് നല്ല നല്ല പ്രോസസ്സുകൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഓട്ടോഫാജി എന്നിട്ടുള്ള ഒരു പ്രോസസ്സ്. അതായത് നമ്മുടെ ബോഡിയിൽ സെൽസ് റീജനറേറ്റ് ആവുന്നുണ്ട്. അതായത് പുതിയ പുതിയ സെല്ലുകൾ നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഉണ്ടാവും. അതേപോലെ തന്നെ പഴകിയ സെല്ലുകൾ നശിച്ചു പോവുകയും ചെയ്യും. എന്തായാലും ഒന്ന് ജനിച്ചു കഴിഞ്ഞാൽ അതിന് മരണം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു സെല്ല് ഉണ്ടായി കഴിഞ്ഞാൽ ആ സെല്ല് കുറച്ച് കഴിഞ്ഞാൽ മരണപ്പെടും, അല്ലെങ്കിൽ ഡാമേജ് ആവും. അപ്പൊ ഈ ഡാമേജ് ആയ സെല്ലുകളൊക്കെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്യാനും നമ്മുടെ ബോഡി അങ്ങനെ റിഫ്രഷ് ആയിട്ട് കൊണ്ടുവരാനും ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഫാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത്
നമ്മുടെ കംപ്ലീറ്റ് ബോഡിക്ക് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നു. ആ റെസ്റ്റ് ടൈമിലായിരിക്കും ഈ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യുന്നതും ഈ ഡാമേജ് ആയിട്ടുള്ള സെല്ലുകളൊക്കെ സെൽഫ് ക്ലീൻ ചെയ്യുന്നത്. നമ്മുടെ ബോഡിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. നമ്മുടെ ബോഡി തന്നെ നമ്മൾ സെൽഫ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു സെൽഫ് ക്ലീനിങ് പ്രോസസ്സ് പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ കുറച്ച് നേരമെങ്കിലും നമ്മുടെ ബോഡിക്ക് നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഫുഡൊന്നും കഴിക്കുന്നില്ലല്ലോ. പക്ഷേ ഇതിന് ഒരു വില്ലനായിട്ട് വരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ ആണ്. ഇൻസുലിന്റെ പ്രസന്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോഫാജി പ്രോസസ്സ് നടക്കില്ല. അപ്പൊ നമ്മുടെ ഇൻസുലിന്റെ ഒരു പോക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ സൺറൈസ് സൂര്യൻ ഉദിക്കുന്ന സമയം മുതൽ മെല്ലെ മെല്ലെ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ റിലീസ് ആവാൻ തുടങ്ങും. അത് ഒരു ഉച്ച സമയത്തൊക്കെ ആകുമ്പോൾ അതിങ്ങനെ കൂടി വന്ന ഒരു ഉച്ച സമയത്തൊക്കെ ആകുമ്പോൾ നല്ല പീക്ക് ലെവലിലെത്തി വൈകുന്നേരം സൺ സെറ്റ് ആകുമ്പോഴേക്കും, അതായത് സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോഴേക്കും വളരെ ലോ ആയിട്ട് വരികയാണ് ചെയ്യുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇൻസുലിന്റെ ഒരു ജേർണി വരുന്നത്. അപ്പൊ നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എന്താ പറയുക, ഒരു 10-14 വേണ്ട, ഒരു 8-16 പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യാണ്. ഒരു 10 o'clock നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. വൈകുന്നേരം 6 PM ആകുമ്പോൾ നമ്മുടെ പിന്നെ എന്താ പറയുക ഡിന്നർ നമ്മൾ ക്ലോസ് ചെയ്യും. ഈ ഒരു ഇടയിലുള്ള സമയത്ത്, അതായത് ഇൻസുലിന്റെ പ്രസൻസ് ഉള്ള സമയത്ത് മാത്രമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പം നമ്മൾ ഏർലി മോർണിംഗ്, അതായത് സൺറൈസ് ആ ഒരു സമയത്ത് ഇൻസുലിൻ എല്ലാം റിലീസ് ആവുന്ന സമയത്തൊന്നും നമ്മൾ ഒന്നും കഴിക്കുന്നില്ല. വൈകുന്നേരം സൺസെറ്റിന് ശേഷം, അതായത് ഇൻസുലിൻ ഡ്രോപ്പ് ആവുന്ന സമയത്ത് നമ്മൾ ഒന്നും കഴിക്കുന്ന, ആ സമയം മുതൽ അങ്ങോട്ട് നമ്മളൊന്നും കഴിക്കുന്നില്ല. അപ്പം നമ്മുടെ ബോഡിയിൽ വളരെയധികം നല്ല രീതിയിൽ ഒരു തടസ്സങ്ങളും ഇല്ലാതെ ഒരു ഓട്ടോഫാജി പ്രോസസ്സ് നടക്കും. അതുകൊണ്ടാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫാറ്റ് ലോസ് ഉണ്ടാവുന്നതും റിസൾട്ട് കിട്ടുന്നതും. പക്ഷേ നമ്മൾ ഈ ഒരു റമദാൻ ഫാസ്റ്റിംഗിൽ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഈ റിലീജിയസ് ഫാസ്റ്റിംഗ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതിരുന്ന്, അല്ലെങ്കിൽ വൈകുന്നേരം വരെ കഴിക്കാതിരുന്ന് സൺസെറ്റിന് ശേഷമാണ് നമ്മൾ ആഹാരം കഴിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇത് ആഹാരം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ആഹാരം കഴിക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ ക്വാളിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സിനെ എഫക്ട് ചെയ്യുന്നതും നമ്മൾ അത്ര നേരം ഫാസ്റ്റ് ചെയ്തത് വെറുതെ ആയിട്ട് മാറുന്നതും. അപ്പോൾ ഈ ഒരു ഫാസ്റ്റിങ്ങിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. നമ്മൾ എത്ര നേരം ഫാസ്റ്റ് ചെയ്യുന്നു അത്രയും നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. പക്ഷെ അതിനുശേഷം നിങ്ങൾ ഒരു ഫീസ്റ്റിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഫാസ്റ്റിംഗ് കഴിഞ്ഞ് ഒരു ഫീസ്റ്റിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും വരിക. നിങ്ങൾ അത്ര നേരം ഫാസ്റ്റ് ചെയ്ത് നമ്മുടെ ബോഡിക്ക് കൊടുത്ത ആ ബ്ലെസ്സിങ്സ് ഒക്കെ ഒരു കേഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കാൻ കുറച്ച് ടിപ്സുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ഒരു ടിപ്സ് നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ വളരെയധികം ഹെൽത്തി ആയിട്ട് ഈ ഒരു റമദാൻ മാസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ റമദാൻ നോമ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 2 മീൽസ് ആണ് അലോഡ് ആയിട്ടുള്ളത്. രാവിലെ സുഹൂർ മീൽ നിങ്ങൾ കഴിക്കും, വൈകുന്നേരം ഇഫ്താർ. ഇതാണ് ഈ 2 മീൽസ് ആണ് നിങ്ങൾക്ക് കഴിക്കാവുന്നത്. ഇടനേരത്തുള്ള സമയത്തൊന്നും നിങ്ങൾക്ക് ഒന്നും കഴിക്കാനും പറ്റില്ല, കുടിക്കാനും പറ്റില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സുഹൂർ മീല് ഇപ്പൊ നിങ്ങൾ രാവിലെ ബാങ്കൊക്കെ വിളിച്ചു കഴിഞ്ഞാലായിരിക്കും നിങ്ങൾ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ്, അതായത് രാവിലത്തെ ആ ഒരു ഫുഡ് എടുത്ത് തുടങ്ങുക. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സമയം ക്ലോസ് ടു സൺറൈസ്, അതായത് സൂര്യൻ ഉദിക്കുന്ന ആ സമയത്തിന് കുറച്ച് മുന്നേ ആയിട്ട് നിങ്ങൾ ആഹാരം കഴിക്കുക. അതായത് ഇപ്പോൾ ഒരു 6 o'clock അല്ലെങ്കിൽ 6:30 ആണ് പിന്നെ സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അന്നത്തെ ദിവസം എപ്പോഴാണ് സൂര്യൻ ഉദിക്കുകയെന്ന്. അതിന് ആ ഒരു ക്ലോസ് വിൻഡോയിൽ നിങ്ങൾ ആഹാരം കഴിക്കാൻ നോക്കുക. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ റിലീജിയസ് ആ ഒരു രീതി പ്രകാരം ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ ആഹാരം കഴിക്കേണ്ടതായിട്ട് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ തിരുത്തി തരിക. അപ്പോൾ ആ ഒരു ബാങ്ക് വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആഹാരം കഴിക്കേണ്ടി വരും. ആ സമയത്ത് വളരെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ആഹാരം കഴിക്കുക. എന്തെങ്കിലും ഒരു ഡേറ്റ്സോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിന്റെ ഒരു പീസോ, അതായത് തണ്ണിമത്തന്റെ ഒക്കെ ഒരു പീസ് നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമ്മളൊരു മെയിൻ മീൽ കഴിക്കുമല്ലോ, മെയിൻ മീൽ അതായത് എന്തെങ്കിലും ചപ്പാത്തി അല്ലെങ്കിൽ ചോറ് അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് അത് ക്ലോസ് ടു സൺറൈസ് ആയിട്ട് നിങ്ങൾ കഴിക്കാൻ നോക്കുക. ഇങ്ങനെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ത്രൂ ഔട്ട് ഡേ നിങ്ങളെ എനർജറ്റിക് ആയിട്ട് കീപ്പ് ചെയ്യാൻ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പലരും ഞാൻ ചെയ്യുന്ന കാണാറുണ്ട്, ഇവൻ എൻ്റെ ഫ്രണ്ട്സ് പോലും ചെയ്യുന്ന കാണാറുണ്ട്. രാവിലത്തെ ഈ ഒരു ഫുഡ് അവർ സ്കിപ്പ് ചെയ്യും. അതായത് ഒന്നും കഴിക്കാതെ രാവിലെ മുതൽ ഒന്നും കഴിക്കാതിരിക്കും. വൈകുന്നേരം ഇഫ്താർ ആകുമ്പോൾ ഓവറായിട്ട് ഈറ്റ് ചെയ്ത് പോയി ചിലപ്പോൾ വോമിറ്റിങ്ങിലോട്ട് പോയി അങ്ങനത്തെ പല പല ഇഷ്യൂസ് വരുന്നത് കാണാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്, ഈ ഒരു രാവിലത്തെ മീൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതാണ് നിങ്ങളെ ആ ഒരു കംപ്ലീറ്റ് ഡേ ഫുള്ളി എനർജറ്റിക് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്, നിങ്ങളെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. നിങ്ങളുടെ ബോഡിയിൽ കറക്റ്റ് ഈ ഒരു ഓട്ടോഫാജി പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് ഒക്കെ നടത്തുന്നത് ഈ ഒരു ഫുഡാണ്. അപ്പോൾ ആ കഴിക്കുന്ന ഫുഡ് വളരെയധികം ക്വാളിറ്റി ഉള്ളതായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ ക്ലോസ് ടു സൺറൈസ് നിങ്ങൾ ഈ ഒരു ഫുഡ് കഴിക്കാൻ നോക്കുക. ഇനി കഴിക്കുന്ന ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ലോ കാർബ്, ഹൈ പ്രോട്ടീൻ, ഹൈ ഫൈബർ ഡയറ്റ് ആയിരിക്കണം നിങ്ങൾ ഈ ഒരു സമയത്ത് കഴിക്കേണ്ടത്. അങ്ങനെ ഒരു മീലായിരിക്കണം കഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാർബിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയോ റാഗി ദോശയോ അങ്ങനെ എന്ത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചാമദോശ, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഇനി നിങ്ങൾ പ്രോട്ടീനിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കടല, ചെറുപയർ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റ് ഐറ്റംസ്, ചിക്കൻ കറിയോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അത് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എഗ്ഗ് കറി, ഫിഷ് കറി, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രോട്ടീനിന് പകരം കഴിക്കാം. ഇനി ഫൈബർ റിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്, അതായത് കുറച്ച് വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ട് അല്ലെങ്കിൽ വാട്ടറി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വെജിറ്റബിൾസ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾ വെള്ളം കുടിക്കില്ല. അപ്പോൾ നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഈ വാട്ടറി ഫ്രൂട്ട്സ് ആൻഡ് വാട്ടറി വെജിറ്റബിൾസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുക്കുംബർ, പിന്നെ തണ്ണിമത്തൻ,
പൈനാപ്പിൾ, ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ ആ സമയത്ത് കഴിക്കാൻ നോക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാലൻസ്ഡ് മീലായിരിക്കണം നിങ്ങൾ ഒരു സുഹൂർ മീലായിട്ട് കഴിക്കേണ്ടത്. സുഹൂർ മീൽ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇനി നിങ്ങളുടെ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളുടെ പ്രാർത്ഥനകളും ഫാസ്റ്റിങ്ങും ഒക്കെ വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കാൻ സാധിക്കട്ടെ. അതൊക്കെ ഫിനിഷ് ചെയ്ത് ഇനി നമ്മൾ ഫൈനലി ഇഫ്താറിലോട്ട് എത്തുകയാണ്. അപ്പൊ ഇഫ്താറിൽ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരിക്കലും സൺസെറ്റിന് മുന്നേ ആയിട്ട് നമ്മുടെ ഇഫ്താർ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ സമയത്തായിരിക്കും ബാങ്ക് വിളിക്കുന്നത്. അപ്പൊ ബാങ്ക് വിളിച്ച് ആ ഒരു 6:30 അല്ലെങ്കിൽ 6 o'clock നമുക്ക് ഒരിക്കലും നമ്മുടെ ഇഫ്താർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇഫ്താർ, അതായത് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ കാരക്കയോ അല്ലെങ്കിൽ ഡേറ്റ്സോ തണ്ണിമത്തനോ ഒക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു 20 minutes അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ കുറച്ച് എന്താ പറയാ, ഈ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ, പഴംപൊരി, പരിപ്പുവട, അല്ലെങ്കിൽ ഒരുപാട് ഈ മലബാർ ഏരിയയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പലഹാരങ്ങളുണ്ട്, പ്രത്യേകിച്ച് എന്താ പറയാ ഈ ഒരു ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന ആഹാരങ്ങൾ. അപ്പൊ അതൊക്കെയാണ് പലരും കഴിക്കുന്നതായിട്ട് നമ്മൾ കാണാറ്. ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരാണെങ്കിലും ആ സമയത്ത് ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുതരുന്നതാണ്. അപ്പൊ എനിക്കറിയാം നിങ്ങൾ ആ സമയത്ത് എന്തൊക്കെയായിരിക്കും കഴിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് കുക്ക് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് ഒരുവിധം ധാരണയുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ തുടക്കത്തിൽ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഈ ഒരു ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങളാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള, അതായത് ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ്, അതുപോലെ കുറച്ച് ഹെവി ആയിട്ടുള്ള ആഹാരങ്ങളാണ് പലരും കഴിക്കുന്നത് കാണാറ്. പിന്നെ മറ്റൊരു വില്ലനായിട്ട് വരുന്നത് ഷുഗറി ഐറ്റംസ് ആണ്, ഐസ്ക്രീം അല്ലെങ്കിൽ ഡെസേർട്സ്, അതല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള ആഹാരങ്ങൾ, ജിലേബി, ലഡു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ കഴിക്കുന്നതായിട്ട് കാണാറ്. അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിയുന്നതും സൺസെറ്റ് ഫിനിഷ്, അതായത് ഒരു 6-6:30 ആകുമ്പോൾ സൺസെറ്റ് ആവും എന്തായാലും. പക്ഷെ മാക്സിമം ഒരു 7:30 തന്നെ നിങ്ങളുടെ മെയിൻ ഡിന്നർ നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ നോക്കുക. അതായത് നിങ്ങളിപ്പം ഇഫ്താർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാരക്ക, പിന്നെ അല്ലെങ്കിൽ ഡേറ്റ്സ്, എന്തെങ്കിലും വെള്ളമൊക്കെ വെച്ച് നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 20 minutes തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് സാലഡ് അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ് നിങ്ങൾ എടുക്കാൻ നോക്കുക. മിക്സഡ് വെജിറ്റബിൾസ് ആവാം, മിക്സഡ് ഫ്രൂട്ട്സ് ആവാം, അങ്ങനെ നല്ല രീതിയിൽ ഒരു ഹെവി ആയിട്ടുള്ള ഒരു സാലഡ് നിങ്ങൾ എടുക്കാൻ നോക്കുക. അത് കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ നിങ്ങളുടെ മെയിൻ മീൽ നിങ്ങൾ എടുക്കാൻ നോക്കുക. മെയിൻ മീൽ നമ്മുടെ സുഹൂർ മീൽ പോലെ തന്നെ ബാലൻസ്ഡ് ആയിരിക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് ചോറ് കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, റാഗി ദോശ കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പത്തിരി, അതുപോലത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കില്ല. അത് അരിപ്പലഹാരം ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഡീപ് ഫ്രൈ ചെയ്തെടുക്കാത്ത ആഹാരങ്ങളൊക്കെ തന്നെ, പത്തിരി, പിന്നെ കൊഴുക്കട്ട, അങ്ങനത്തെ എന്ത് സാധനങ്ങളാണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അതിന്റെ കൂടെ നിങ്ങൾ കഴിക്കുന്ന മീറ്റ് ഐറ്റംസ്, അത് ഫിഷ് ആവട്ടെ, ചിക്കൻ ആവട്ടെ, ബീഫ് ആവട്ടെ, എല്ലാം ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കാൻ നോക്കുക. അതായത് ഫ്രൈ ചെയ്യുന്നതും കറി ചെയ്യുന്നതും ഒക്കെ എന്ന് വെച്ചാൽ ഒരുപാട് കലറിയാണ്, ഒരുപാട് ഓയിൽ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഒന്നാമതേ മീറ്റ് ഐറ്റംസിൽ നല്ല രീതിയിലുള്ള ഫാറ്റ് കണ്ടന്റ് ഉണ്ടാവും. അതിന്റെ കൂടെ നമ്മൾ ഓയിലൊക്കെ ആഡ് ചെയ്ത് ഡീപ് ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുമ്പോൾ വീണ്ടും കലോറി ഇൻക്രീസ് ആവാണ്. അതായത് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഒരുപാട് കലോറീസ് വരികയാണ്. അത് നമുക്ക് ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് തന്നെ മാക്സിമം മീറ്റ് ഐറ്റംസ് ഒക്കെ തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക, അല്ലെങ്കിൽ കബാബ് പോലെ ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക. 7:30 മാക്സിമം ബൈ 7:30 നിങ്ങളുടെ മെയിൻ ഡിന്നർ നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ നോക്കുക. പിന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇഫ്താർ, അതായത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുന്നത് വരെ പല പല ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇടനേരത്തൊക്കെ ഓരോന്നെടുത്ത് കഴിക്കുക, ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ ഡേറ്റ്സ്, അങ്ങനെ പല പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുമ്പോൾ മിൽക്ക്, അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. 7:30 നിങ്ങൾ ആ ഒരു ഡിന്നർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം നിങ്ങൾ ബോഡി വെയിറ്റ് പ്രകാരം അല്ലയോ നോക്കട്ടെ, മാക്സിമം 3 ലിറ്റർ വെള്ളം നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ ചിലപ്പോൾ നിങ്ങൾ ഒരു 1/2 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളമൊക്കെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. സുഹൂറിന്റെ സമയത്ത് 1 ലിറ്റർ വെള്ളം ഫിനിഷ് ചെയ്യുകയാണെങ്കിലും വൈകുന്നേരം വീണ്ടും 2 ലിറ്റർ നിങ്ങളുടെ ടാർഗറ്റ് അവിടെ ഉണ്ട്. അപ്പൊ ആ 2 ലിറ്റർ വെള്ളം അതിനുശേഷം 7:30 ശേഷം നിങ്ങൾ ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക. കഴിയുന്നതും വേഗം തന്നെ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി നോക്കുക. ഒരുപാട് ലേറ്റ് ആയിട്ടിരിക്കുന്ന രീതിയിലോട്ടൊന്നും വരാതിരിക്കുക. ഒരു മാക്സിമം ബൈ 11 ആകുമ്പോഴേക്കും നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി നോക്കുക. നമുക്ക് ഈ സമയത്ത് നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ ആയിട്ട് ഓട്ടോഫാജി പ്രോസസ്സ് നടക്കണമെങ്കിൽ പ്രോപ്പർ സ്ലീപ്പും നമുക്ക് ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഇഫ്താർ സമയത്ത് കൂടുതൽ ജങ്ക് ഫുഡ്, ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, മൈദ കൊണ്ടുള്ള ആഹാരങ്ങൾ, ഡെസേർട്സ്, ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. പക്ഷേ കംപ്ലീറ്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരു 3 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്നാക്സ് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. രാത്രി കഴിക്കുന്ന ഫുഡിനകത്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ എല്ലാ ദിവസവും ഒരു ഓയിലി ഫുഡ് കഴിക്കുന്നവർ ആ ഒരു റുട്ടീനിലോട്ട് നിങ്ങൾ വരാതിരിക്കുക. കാരണം നമ്മൾ അത്രയും നേരം ഫാസ്റ്റ് ചെയ്തത് വെറുതെ ആയിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സജഷൻ നിങ്ങൾക്ക് തരുന്നത്. പിന്നെ നിങ്ങളുടെ വർക്കൗട്ടിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് എക്സോസ്റ്റഡ് ആവുന്ന രീതിയിലുള്ള വർക്കൗട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ഫാസ്റ്റിംഗ് പ്രോപ്പർ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സമയത്തുള്ള ഫുഡൊക്കെ പ്രോപ്പർ ആണെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള വെയിറ്റ് ലോസും ഹെൽത്ത് ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടും. അതിന്റെ കൂടെ എക്സ്ട്രാ വർക്കൗട്ടിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി നിങ്ങൾ എക്സസൈസ് ചെയ്ത് ശീലമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അതൊരു റുട്ടീനായിട്ട് കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ അധികം എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള ഈ വെയിറ്റ് ട്രെയിനിങ് കൈൻഡ് ഓഫ് വർക്കൗട്ടുകളൊന്നും ചെയ്യാതെ മാക്സിമം വാക്കിംഗ് നിങ്ങളുടെ
ആ ഒരു റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു 5000 സ്റ്റെപ്സ് അല്ലെങ്കിൽ ഒരു 8000 സ്റ്റെപ്സ്, മിനിമം ഒരു 3000 സ്റ്റെപ്സ് എങ്കിലും ഒരു ദിവസം കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു റമദാൻ കാലത്ത് എനിക്ക് തരാനുള്ള ടിപ്സ്. ഇനി നിങ്ങൾ പറയാൻ പോകുന്ന ഒരു എക്സ്ക്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി അത്ര നേരമൊക്കെ ഫാസ്റ്റ് ചെയ്തിരുന്നിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു കൺട്രോളും ഇല്ലാതെ എല്ലാം കഴിച്ചു പോകുന്നു, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേര് ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ എത്രയോ മണിക്കൂർ, അതായത് ഏകദേശം ഒരു 7 മണിക്കൂറാണ് വെള്ളം പോലും കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, ഈവൻ വെള്ളം പോലും കുടിക്കാതെ ഫാസ്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ നോമ്പ് തുറ സമയത്ത് നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ആഹാരം ഉപേക്ഷിക്കൽ മാത്രമല്ല, നിങ്ങളെ ക്ഷമ, സഹനം, അതേപോലെ തന്നെ സെൽഫ് കൺട്രോൾ, ഇതൊക്കെ തന്നെ ഈ ഒരു സമയത്ത് പരിശീലിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു റിസൾട്ട് നിങ്ങളുടെ ഈ ഒരു നോമ്പ് തുറ സമയത്തും കാണാൻ പറ്റണം. അത്രയും നേരം ഫാസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി വെള്ളം പോലും കുടിക്കാതെ ഫാസ്റ്റ് ചെയ്ത ഒരാൾക്ക് നോമ്പ് തുറ സമയത്തും ഹെൽത്തി ആയിട്ട് നമ്മുടെ ബോഡിയെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ ബോഡിയോട് നിങ്ങൾ ചെയ്യുന്ന കടമയാണ്. കാരണം അത്ര നേരം നിങ്ങളുടെ ബോഡി നിങ്ങൾ ഫാസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇട്ടതാണ്. അപ്പൊ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ബോഡിയിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് വളരെയധികം ന്യൂട്രിയന്റ് ഡെൻസ് ആയിരിക്കണം, നല്ല ഹെൽത്തി ആയിരിക്കണം, ക്വാളിറ്റി ഫുഡ് ആയിരിക്കണം. ഒരിക്കലും നമ്മൾ ജങ്ക് ഫുഡ് നമ്മുടെ ബോഡിക്ക് കൊടുത്ത് നമ്മളെ കഷ്ടപ്പെടുത്താതിരിക്കുക. ആ രീതിയിൽ നിങ്ങൾ റമദാൻ കാലം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, അതേപോലെ തന്നെ തൈറോയിഡ്, PCOD, ഹോർമോണൽ ഇംബാലൻസ് ഇഷ്യൂസ് എല്ലാം തന്നെ ഈ ഒരു മാസം കഴിയുമ്പോഴേക്കും നോർമൽ ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു നോമ്പുകാലം എന്ന് പറയുന്ന അനുഗ്രഹങ്ങളുടെ കാലമാണ്. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ അനുഗ്രഹം കിട്ടുന്ന സമയമാണ്. ഈ ഒരു ദൈവാനുഗ്രഹമുള്ള സമയത്ത് തന്നെ നിങ്ങളുടെ ബോഡിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഹോർമോൺസും ഒക്കെ തന്നെ നിങ്ങൾ ബ്ലെസ് ചെയ്യട്ടെ. ആ രീതിയിലായിരിക്കണം ഈ ഒരു നോമ്പുകാലം മുന്നോട്ട് പോകേണ്ടത്. കഴിഞ്ഞ വർഷം ഞാനൊരു റമദാൻ വെയിറ്റ് ലോസ് സീരീസ്, ഒരു ഷോർട്ട് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഓരോരോ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് ഒരു ഡയറ്റ് പ്ലാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഡയറ്റ് പ്ലാൻ ആയിട്ട് തന്നെ ഈ ഒരു റമദാൻ മാസത്ത് ഫോളോ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് ഓരോ ദിവസം നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ നോക്കിയിട്ട് ഓരോ ദിവസത്തെ ഡയറ്റ് പ്ലാൻ ആയിട്ട് നിങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് ആ ഒരു ഡയറ്റ് പ്ലാൻ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തിട്ട് 8 കിലോ വരെ കുറച്ച ആളുകൾ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ല ബ്ലെസ്സിങ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റമദാൻ കാലം ഞാൻ ആശംസിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. നോമ്പ് എടുക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നല്ലൊരു ഹെൽത്തി രീതിയിൽ തന്നെ റമദാൻ കാലം മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.